അപ്പോൾ നല്ല തണുപ്പ്. നമ്മൾ അയ്യപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് തീക്കോയി വന്നിട്ട്, തീക്കോയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഇത് തലനാട് ഗ്രാമപഞ്ചായത്താണ്. ഇവിടെ തലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു അറിയിപ്പൊക്കെ ഉണ്ട്. നല്ല മഞ്ഞൊക്കെ ഇറങ്ങി വരുന്ന ഒരു സമയമാണ്. നല്ല മഞ്ഞാട്ടോ, നല്ല തണുപ്പുണ്ട്. ഇവിടെ നിന്ന് മഞ്ഞിറങ്ങും. രാവിലത്തെ സമയമായതുകൊണ്ട് മഞ്ഞിറങ്ങും. നല്ലൊരു, എനിക്കൊന്നൊരു നോർവേ, നമ്മുടെ ഈ നോർവേ പോയിട്ടില്ല, നല്ലൊരു യൂട്യൂബിലൊക്കെ കണ്ട ഒരു നോർവേ സെറ്റപ്പ് അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ഈരാറ്റുപേട്ട, ഇവിടെ നിന്ന് ഈരാറ്റുപേട്ട കാണാറുണ്ട്. ഈരാറ്റുപേട്ടയിലെ വീടുകളും ഇവിടെ ഒന്ന് ദൂരെ ഒരു പള്ളിയുടെ കുരിശുണ്ട്. ഇതെന്നാന്ന് മനസ്സിലാകുന്നില്ല, ഇതെന്നാന്ന് മനസ്സിലാകുന്നില്ല. ഇത് എനിക്കൊന്ന് രക്ഷാകവച ആകാനാണ് സാധ്യത അല്ലേ. ഇത്രയും ഉയർന്ന പ്രദേശമായതുകൊണ്ടേ എനിക്ക് ഇലവിരപ്പൂഞ്ചിറ ഇതിൻ്റെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. ഇല്ലിക്കല്ല് ആ സ്ഥലങ്ങളൊക്കെ എൻ്റെ അടുത്താണ്. ഈ രക്ഷാകവചമാകാനാണ് സാധ്യത. അത് കണ്ടോ, അവിടുത്തെ മഞ്ഞ് കണ്ടോ. അയ്യപ്പാറയിൽ എത്തിക്കഴിയുമ്പോൾ പാറപ്പുറത്തൊരു അമ്പലമുണ്ട്, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പാറ. നല്ലൊരു, എനിക്ക് തോന്നുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം അങ്ങാണ്ട് ഇത് തുറക്കത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. എന്താണെങ്കിലും നല്ലൊരു അന്തരീക്ഷമാണ്. എൻ്റെ ചുറ്റുമുള്ള രാവിലത്തെ വ്യൂവും എല്ലാം ഒരു ഭക്തിമയം നമുക്ക് ലഭിക്കുമെന്ന്. അടുത്ത് നല്ലൊരു പള്ളിയുണ്ട് കേട്ടോ. ഇതൊന്നും എടുത്തു കേട്ടോ, നല്ല രസമുണ്ട് ഈ പള്ളി കാണാൻ. സിറ്റി പവർ ചർച്ചിൻ്റെ ഒരു പള്ളിയാണ്, നല്ല പള്ളി. കുർബാന നടക്കുന്നുണ്ടെന്നോ എനിക്ക് തോന്നുന്നു. രാവിലെ കുർബാന പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. നമുക്കൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലവും. നാട്ടിൽ ഒരുപാട് ഇത്തരത്തിലുള്ള നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മളൊന്നും ചിലപ്പോൾ നമുക്കൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ വലിയ വലിയ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യും. വലിയ സ്ഥലത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടക്കത്തുമില്ല. ഞങ്ങളങ്ങനായിരുന്നു. അതാണ് ഞാൻ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞു. ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ട്. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുകയാണല്ലേ, ഇത്തരത്തിലുള്ള ചെറിയ സ്ഥലത്തേക്ക് ആദ്യമൊക്കെ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്കൊരു മൂഡും കിട്ടും. ഞാൻ സാധാരണ ഞങ്ങൾ ഈ രാവിലെ ഒന്നും എഴുന്നേൽക്കുന്ന ആൾക്കാരല്ല, നമ്മളെപ്പോൾ എല്ലാവരെയും പോലെ. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിങ്. ആദ്യം ഒരു മടുപ്പൊക്കെ തോന്നി ഇവർ വിളിച്ചിട്ട് പോകുന്നതാണെങ്കിലും, പക്ഷേ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര രസകരമായിട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ചെറിയ കടയാണ്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഇത് തുറന്നിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പം തൊട്ട് വണ്ടി ആയിരുന്നു പുള്ളി സിദ്ധ് ശ്രീരാമൻ്റെ പാട്ടിട്ടുണ്ട്. നല്ല മൂഡായിരുന്നു. എന്നാലും നമ്മൾ കുറ്റം പറഞ്ഞാലേ ശരിയാകത്തില്ല. അതുകൊണ്ട് പുതിയ പാട്ട് ഏതിടണം എന്നുള്ള ആലോചനയിലാണ് ഇവിടെ വന്നിട്ട്. 4 മണിക്ക് ഇവിടെ ചായയും കടിയും കിട്ടുമെന്ന് തോന്നി. കേക്ക് ഇതുണ്ട്, പക്ഷേ ഇപ്പോൾ രാവിലെ തുറന്നിട്ടില്ല. ഇവിടെ സംസാരിച്ചിരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. നമ്മളിവിടെ നിന്നിട്ട് 4 മണിക്കും രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ, രാവിലെ കടയില്ലെന്നേ ഉള്ളൂ, 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ചായയൊക്കെ കുടിച്ച് നല്ല വ്യൂ ഒക്കെ കണ്ടിരിക്കാം അയ്യപ്പാറ. അപ്പോൾ നമ്മൾ അയ്യപ്പാറയോട് ബൈ ബൈ പറയുകയാണ്. നമ്മളൊരു 6:30 ആയപ്പോൾ എത്തിയാണ്. ഇപ്പോൾ ഒരു 8 മണി ആയിട്ടുണ്ട്. നമ്മൾ പോകാൻ വേണ്ടി ഒരു ചെറിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നു. ചെറിയ യാത്ര എന്നല്ല, വലിയ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത്, പ്ലാൻ ചെയ്യാതെ തന്നെ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു രസവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പ്ലാൻ ചെയ്യാനൊന്നും നിൽക്കണ്ട, നേരെ അങ്ങ് പോരുക. അയ്യപ്പാറ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളത് പോവുകയാണ്. ഈ സ്ഥലം മറക്കണ്ട, നമ്മുടെ അയ്യപ്പാറ.